ഹലോ, ഞങ്ങളിപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വന്നത് യാദൃശികമായിട്ട് നമുക്ക് ലഡു തരാനുണ്ടോ. മൂന്നാമതും നമ്മുടെ മോദിജി പ്രൈം മിനിസ്റ്റർ ആയതിൻ്റെ ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതേ ഇങ്ങനെ ഫസ്റ്റ് മൂണിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി ഫുൾ അലച്ചിലായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതേ പിന്നെ ഈ സ്പോട്ടിൽ അവിടെ പായസം വിതരണം നടക്കുന്നതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നീട് അവിടെ ബാൻഡ് മേളമൊക്കെ കേട്ട കണ്ടില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ എല്ലാവരും പായസം വാങ്ങി കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ഇത് കമലേഷ് കേട്ടോ. പിന്നെ എല്ലാവരും സൈഡിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ കുടിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കിട്ടില്ലല്ലോ, നമ്മൾ ബസ്സിലാണല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇതേ ചേട്ടന്മാർ ബസ്സൊക്കെ നിർത്തി നമുക്ക് ഈ പായസമൊക്കെ കൊണ്ടുവന്ന് തന്നെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസം. അങ്ങനെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതല്ല, അതായത് കുറേ വെള്ളമൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതല്ല നടത്തക്കാം. ഞാനിങ്ങനെ എത്തിവലിഞ്ഞ് എനിക്ക് ആ കുഞ്ഞു കുട്ടിയാണ് കൊണ്ടുവന്നുണ്ടായിരുന്നത്, ഈ ഓടുന്നവൻ. അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് എത്തിവലിഞ്ഞ് ഞാൻ വാങ്ങി. പിന്നെ ഇവർ വന്നിട്ട് പിന്നെയും തന്നിട്ടുണ്ടായിരുന്നു, പിന്നെയും പായസം തന്നു. അപ്പം ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റില്ല, എൻ്റെ കയ്യിൽ നല്ല ചൂടുണ്ടായിരുന്നു പായസം. പിന്നെ അവർ തന്നുകൊണ്ടിരുന്നു. പിന്നെ നമ്മളെല്ലാവർക്കും ഷെയർ ചെയ്ത് എല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് അങ്ങോട്ട് പായസം കുടിച്ചു. പിന്നെ നാക്കൊക്കെ പൊള്ളിയുണ്ടായിരുന്നു. ഇവർ പായസം തരാനൊരു മടിയും കാണിച്ചില്ല എന്നുള്ളതാണ്. നല്ല പായസമായിരുന്നു, എനിക്കിഷ്ടമായി. വളരെ നല്ലൊരു മികച്ചതായിരുന്നു. റോഡ് വളരെ മോശമാണെന്നുണ്ടെങ്കിലും അത് കേരളം ഭരിക്കുന്ന ആളല്ലേ, നോക്കണ്ടല്ലേ. അപ്പം അത് കൂടാതെ ഞങ്ങൾ ഇത് കുറച്ച് എന്താണെന്ന് വെച്ചാൽ പായസം ചൂടായത് കാരണം എങ്ങനെ ക്യാമറ വെക്കണം എന്നുള്ള ആ ഒരു ഇതായിരുന്നു കേട്ടോ. കൈയൊക്കെ നല്ല പൊള്ളുന്നുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തു. പിന്നെ എല്ലാവർക്കും ബസ്സിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടി. ഇവരാണത് സംഘടിപ്പിച്ച ആൾക്കാർ കേട്ടോ, BJP പ്രവർത്തകർ. അങ്ങനെ കുറച്ചുകൂടെ നേരത്തെ വരികയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല വീഡിയോസ് കിട്ടുമായിരുന്നു എന്ന് തോന്നി കേട്ടോ എനിക്ക് ഈ ഒരു അവസരത്തിൽ. എന്തായാലും ഈ ഒരു അവസരത്തിൽ ഞാൻ BJP പ്രവർത്തകർക്ക് നന്ദി പറയുകയാണ്, ലഡുവും പായസമൊക്കെ തന്നതിനെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു.